ഗുഡ് മോർണിംഗ് ഗായ്സ്. ഷാരു അങ്ങനെ നൂസാപ്പനിടയിലിരിക്കുകയാണ്. ഷാരു എന്തിനു പോവാൻ പോവാ? ഫോട്ടോ എടുക്കാൻ. എന്തൊരു ഫോട്ടോ? നൂസാപ്പനി എന്തിനുണ്ട് ഫോട്ടോ? ബീച്ചിന്റെ അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോ. ഒരു ഫേമസ് ബീച്ചുണ്ട്, കെലിങ്കിൽ ബീച്ച് എന്ന് പറയുന്നത്. അവിടെ പോയി മകള് ചെയ്യുന്ന തൊപ്പി വെച്ച് ഫോട്ടോ എടുക്കുന്ന തൊപ്പിയൊക്കെ വാങ്ങിച്ച് ഇരിക്കുകയാണ് ഒരാള്. ചൂടത്ത് അങ്ങനെ ചൂട് ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നത്. വേറെ നിക്കർ ഉടുപ്പുണ്ട്. ഇത് ഫോട്ടോ എടുത്തിട്ട് മാറ്റിയിട്ട് അതിടും. എന്നിട്ട് നമ്മള് ബീച്ചിറങ്ങി ബീച്ചിന്റെ താഴെ പോകും. അല്ലേ, മല ഇറങ്ങി ബീച്ചിന്റെ താഴെ പോകും. അതെ അതെ, ശരിക്കും അങ്ങനെ നമ്മളെ ബാലിയിലെ 5ാമത്തെ ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ കെല്ലങ്കിൻ ബീച്ചിലോട്ട് പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. അപ്പോഴതാ ഈ ആന്റീനെ കണ്ട. അവരവിടെ ചന്ദനത്തിലേക്ക് കത്തിച്ച് എന്തോ പൂജയൊക്കെ ചെയ്യുവാൻ തോന്നുന്നു. നമ്മളങ്ങനെ കെലങ്കിൻ ബീച്ച് എത്തിയിരിക്കുകയാണ്. കെലങ്കിൻ ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാട്ടുകാരൊക്കെ ശാരദ നോക്കുന്നു. ഇതൊക്കെ പ്രാന്ത ഈ ചൂടത്ത്. അങ്ങനെ നമ്മളവിടെ എത്തി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി കറങ്ങി ചുറ്റി എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള ബോട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ലേറ്റ് ആയതുകൊണ്ട് താഴെ ഇറങ്ങണ്ട, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാന്ന്. പക്ഷെ ആ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടപ്പോൾ താഴെ ഇറങ്ങാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായി പോകുമെന്ന് നമുക്ക് തോന്നി. അങ്ങനെ അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പകുതി എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊന്ന് താഴോട്ട് എത്തി. എന്നിട്ട് അവിടെ നിന്ന് നോക്കി. പക്ഷെ അപ്പം ആ കാണുന്ന സ്റ്റെപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി താഴോട്ട് ഫുള്ള് കല്ല് കൊണ്ട് തീർത്ത സ്റ്റെപ്പെന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചിറക്കണം. അപ്പോഴത്തേക്ക് അപ്പൂച്ചി അപ്പുറത്തെ മലയിൽ പോകണമെന്നും പറഞ്ഞ് താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും പോകുന്ന കാണുന്നില്ല. അപ്പൊ അവിടെയൊക്കെ പോവാമോ ഇല്ലേ, അറിഞ്ഞൂടാത്ത സ്ഥലമില്ല. അതൊന്ന് തിരിച്ചെങ്ങനെങ്കിലും വിളിച്ച് കയറ്റി നമ്മൾ മറ്റേ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ വഴി. കാണുമ്പോൾ സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വഴി. അവിടുന്ന് കാലൊന്ന് സ്ലിപ്പായി പോയത് ഞങ്ങൾ ഏറ്റവും താഴെ കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വഴിയായിരുന്നു അത്. അവിടെ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി ഇറങ്ങിപ്പോയി. എന്നെ കൊണ്ട് ഇത് ഇറങ്ങാൻ പറ്റും ഞാനെന്ത് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അത്രയ്ക്ക് പാടുള്ളൊരു വഴിയായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് നമ്മൾ അവസാനം അവിടെ താഴെ എത്തി. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കുറെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച്. സത്യത്തിൽ താഴെ പോയില്ലായിരുന്നു, അത് വല്ലാത്തൊരു നഷ്ടമായിരുന്നു. അത്രയ്ക്കും ഭയങ്കര അടിപൊളി ബീച്ചായിരുന്നു. ഈ ബീച്ചിലെ തിരകൾക്കൊക്കെ ഭയങ്കര ശക്തിയായിരുന്നു. മലയിടുക്കിലായതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറെ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്ന പോലെ എല്ലാവരും തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. കയറുന്ന സമയത്തും നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഇറങ്ങാൻ നേരത്ത് അധികം ആൾക്കാരൊന്നും ബീച്ചിലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി ഫ്രഷായി ബാഗൊക്കെ എടുത്ത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചത് ബോട്ട് മിസ്സാവും, കിട്ടത്തില്ല, അടുത്ത ബോട്ട് പിടിക്കേണ്ടി വരുമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഓടിപ്പോയതുകൊണ്ട് നമുക്ക് കിട്ടി. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കയറിയതുകൊണ്ട് ബോട്ടിന്റെ വെളിയിലായിരുന്നു. എന്നാൽ പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കുട്ടയെത്തി. അവിടെയായിരുന്നു നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഉലുവാത്തൂർ ടെമ്പിളിലോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ പ്രോഗ്രാമാണ് ഈ കെച്ചക് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമേ ഒരു 10-50ഓളം ആൾക്കാർ വന്ന് ഒരു കോറസ് പോലെ ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഒരു തീയുടെ ചുറ്റിലും വന്നിരിക്കും. അപ്പോഴത്തേക്കും രാമനും സീതയും ഒക്കെ ആയി വേഷം കെട്ടിയ ആൾക്കാർ വന്നിട്ട് അവർ രാമായണത്തിന്റെ കഥ അഭിനയിച്ച് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇതൊരു രാമായണം ബേസ്ഡ് സ്റ്റോറിയാണ്. രാമൻ വനവാസത്തിന് പോകുന്നതും രാവണൻ സീതേനെ തട്ടിക്കൊണ്ടു പോകുന്നതും ലാസ്റ്റ് രാമൻ യുദ്ധം ചെയ്ത് സീതേനെ രക്ഷപ്പെടുത്തുന്നതും അത് ഫുള്ള് നമുക്ക് അവരതിനകത്ത് അഭിനയിച്ച് കാണിച്ചു തരും.
പിന്നെ ഇതിനകത്തുള്ള മെയിൻ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഹനുമാൻ. ആള് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓഡിയൻസ് എല്ലാം ഭയങ്കര ആക്റ്റീവ് ആക്കി. ആൾ ഓഡിയൻസിന്റെ ഇടയിലോട്ട് ഇറങ്ങി വന്ന് അവരെയൊക്കെ ഒന്ന് കളിയാക്കി. അപ്പത്തേക്കും എല്ലാരും ഒന്ന് ആക്റ്റീവായി. നമ്മൾ ഈ കച്ചക് ഡാൻസ് കാണേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിൽ സൂര്യൻ അസ്തമിക്കാറാവുന്ന ആ ഒരു ടൈമിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളും ബീച്ചാണ്. നമ്മൾ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു വൈകുന്നേരമാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കടലും പിന്നെ സൂര്യൻ അസ്തമിക്കാറാവുന്ന ആ ഒരു വ്യൂവും ആ ഒരു വ്യൂവിൽ ഈ ഒരു പ്രോഗ്രാം കാണണം എന്നാണ് സാധാരണ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പൊ അത്രയായിരുന്നു നമ്മളെ ഡേ 5. അങ്ങനെ നമ്മളെ ബാലിയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളൊരു മസാജിനൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കും. ഇനി കുറച്ച് ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലോട്ട് പോവുക. പറ, പാലി വിട്ട് പോവേ. പാല് വിട്ട് പോകുമ്പോ ഒരു വിഷമം. അതെന്ത് നിന്റെ അച്ഛന്റെ സ്ഥലം? അല്ല, ഇത്രയും നാള് നമ്മൾ വേറെ ട്രിപ്പൊക്കെ പോയപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയായിരുന്നു. മറ്റേ വിയറ്റ്നാമിലേക്ക് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് വയ്യാണ്ടായി. വിയറ്റ്നാം. പക്ഷേ ഇവിടെ നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു.